എനിക്ക് ചിത്രയ്ക്ക് ശ്രുതി തെറ്റിയോ എന്ന ചോദ്യത്തിന് ഒരു ഉറച്ച നോയാണുള്ളത്. ശ്രുതി തെറ്റിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹിന്ദുത്വ ഐഡിയോളജി ഉള്ളവരുണ്ട്. അതുപോലെ തന്നെ ഭക്തിയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഹിന്ദുക്കളുണ്ട്. ഇത് രണ്ടും രണ്ട് വിഭാഗങ്ങളാണ്. നമ്മൾ നമ്മുടെയൊക്കെ ചെറുപ്പകാലഘട്ടത്തിൽ ആർ എസ് എസ്സുകാർ ശാഖയിലേക്ക് കുട്ടികൾ വിളിച്ചു കൊണ്ടുപോകുന്നത് ഭക്തിയുടെ മാർഗത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവരുടെ രക്ഷിതാക്കളെയും ആ കുട്ടികളെയും വിളിച്ചു കൊണ്ടുപോകുന്നത് അവർക്ക് ഭക്തി ഉണ്ടാവുക, അങ്ങനെ ഒരു നല്ല സംസ്കാരം രൂപപ്പെടുത്തുക. അപ്പോൾ സ്വാഭാവികമായും ഈശ്വര വിശ്വാസമുള്ള രക്ഷിതാക്കൾ എന്ത് ചെയ്യും? ആ കുട്ടികൾ എന്നാൽ പിന്നെ അമ്പലത്തിൽ പോകട്ടെ എന്ന് തീരുമാനിക്കുകയും ചെയ്യും. പക്ഷേ യഥാർത്ഥത്തിൽ ഇവരെ പഠിപ്പിക്കുന്നത് എന്താണ്? ഹിന്ദുത്വ ഐഡിയോളജിയാണ് പഠിപ്പിക്കുന്നത്. അത് രണ്ടും കൂട്ടിക്കലർത്തിയാണ് അവരിലേക്ക് സന്നിവേശിപ്പിക്കുന്നത്. ഇതായിരുന്നു ആർ എസ് എസ് സാധാരണഗതിയിൽ അവരുടെ അവരുടേതായിട്ടുള്ള ചില പരിപാടികളിലൂടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. പിൽക്കാലത്ത് അത് ഐ ടി മേഖലകളിലേക്ക് വർദ്ധിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയിൽ ഇപ്പോൾ 2009 മുതൽ 2014 വരെയുള്ള സർക്കാർ എന്ന് പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും മോശം സർക്കാരൊന്നാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു കൃത്യമായ ഒരു വാക്വം അവിടെ രൂപപ്പെടുന്നുണ്ട് ഈ ഹിന്ദുത്വ ഐഡിയോളജിക്ക് പിടിമുറുക്കാൻ വേണ്ടി. 2010 BJP അതിൻ്റെ ഐ ടി സെൽ തുടങ്ങിയത്. ആ ഐ ടി സെല്ലാണ് യഥാർത്ഥത്തിൽ 2014 ആകുമ്പോഴേക്കും എന്ത് ചെയ്തത്? വലിയ നിലയിലൊരു ഡാറ്റ BJP കൊടുത്തു, ഇന്ത്യയിലെ ജനങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുക എന്ന്. ആ 2010 രൂപപ്പെട്ട BJPയുടെ ഐ ടി സെൽ കണ്ടെത്തിയിട്ടുള്ളത് 155 ലോക്സഭാ മണ്ഡലങ്ങൾ ഈ ഡിജിറ്റൽ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുന്നവരുണ്ട് എന്നുള്ളതാണ്. അത് നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ലോക്സഭാ മണ്ഡലങ്ങളാണ്. ആ 155 മണ്ഡലങ്ങളിൽ പിന്നെ ഇന്ത്യയിലാകമാനവും BJP ഈ ഐ ടി സെല്ലിനെ ഉപയോഗിച്ച് ഒരു ഡിജിറ്റൽ ടെക്നോളജിയിലൂടെ എങ്ങനെ ഒരു വോട്ടറെ സ്വാധീനിക്കാം എന്ന് സംബന്ധിച്ച് നല്ല രീതിയിൽ പരീക്ഷണം നടത്തി. അത് വെറും ഒരു ഇന്ത്യൻ വോട്ടർമാരെ മാത്രമല്ല, നമുക്കറിയാവുന്നതുപോലെ NRIസിലും ആ കാലഘട്ടത്തിൽ വലിയ നിലയിൽ BJPക്ക് പ്രാമുഖ്യം കിട്ടി. NRIസ് മാത്രമല്ല, ഇൻഡസ്ട്രിയലിസ്റ്റിനെ പോലും അത് സ്വാധീനിക്കുന്ന നിലയിലേക്ക് വളർന്നു. അങ്ങനെ ഒരു വലിയ നിലയിൽ BJPക്ക് ഒരു സ്വീകാര്യത ഇന്ത്യയിൽ നമുക്ക് 2014 മുതൽ കാണാം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് 2010 ഇപ്പോൾ നരേന്ദ്രമോദി 2009 ട്വിറ്റർ അക്കൗണ്ട് തുടങ്ങുന്നത്. രാഹുൽ ഗാന്ധി ട്വിറ്റർ അക്കൗണ്ട് തുടങ്ങുന്നത് 2015 6 വർഷത്തെ കാലഘട്ടമുണ്ട്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് തിരികെ പോയാൽ ഈ ഭക്തി മാർഗത്തിലുള്ള സാധാരണ ഹിന്ദു കുടുംബങ്ങളിൽ നിന്ന് എങ്ങനെയാണോ കുട്ടികളെ ആർ എസ് എസിൻ്റെ ശാഖയിലേക്ക് ഈ ഭക്തിയെയും ഈ ഹിന്ദുത്വയെയും കൂട്ടിക്കലർത്തി സ്വാധീനിച്ചത്, സമാനമായ വിധത്തിൽ തന്നെ ആർ എസ് എസ് ഇപ്പോൾ ഈ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയം ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ചിത്ര എന്ന് പറയുന്ന ഒരാളാണല്ലോ നമ്മുടെ സംവാദ വിഷയം. ചിത്രയുടെ അടുത്ത് പോയിട്ട് ഇപ്പോൾ നേരത്തെ സ്മൃതി പരുത്തിക്കാട് ശരിയാവണ്ണം ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അവരുടെ അടുത്ത് അക്ഷതം കൊടുക്കുകയാണ്. അക്ഷതം വാങ്ങും, സ്വാഭാവികമായിട്ടും അത് നിരാകരിക്കേണ്ട ഒന്നാണ് എന്ന് ചിത്രയെ പോലുള്ള ഭക്തിയുള്ള ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ശ്രീരാമനെ ആരാധിക്കുന്ന ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം നിരാകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് ഫോട്ടോഗ്രാഫ് ചെയ്തു. അപ്പോൾ അത് സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് വന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഭക്തിയുള്ള ചിത്ര ഹിന്ദുത്വ ഐഡിയോളജിയിലേക്ക് പ്രവഹിക്കുകയാണ്. അപ്പോഴാണ് ഈ ഹിന്ദുത്വ ഐഡിയോളജിക്കെതിരെ പ്രവർത്തിക്കുന്ന ഈ ലെഫ്റ്റിസ്റ്റുകളായാലും അല്ലെങ്കിൽ ആൻറ്റി ഹിന്ദുത്വ ഐഡിയോളജി ഉള്ളവരെല്ലാം തന്നെയും അതിഭീകരമായി അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉപയോഗിച്ച് ചിത്രയെ പോലുള്ളവരെ ആക്രമിക്കും. ഈ പറയുന്ന ആക്രമണത്തെ ഫലപ്രദമായി ഉപയോഗിക്കാനും ഈ പറയുന്ന ആക്രമിക്കാനുള്ളവർക്ക് യഥാർത്ഥത്തിൽ ട്രോളുകളും മെറ്റീരിയലും ഉണ്ടാക്കി കൊടുക്കുന്നത് പോലും ഐ ടി സെല്ലാണ്, BJPയുടെ ഐ ടി സെല്ലാണ്. അപ്പോൾ ഐ ടി സെൽ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല, അവർക്ക് സർവതല സ്പർശിയായിട്ടുള്ള ഉപകരണങ്ങളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ കോൺഗ്രസ്സുകാരൻ റീട്വീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ എങ്ങനെ കോൺഗ്രസ്സുകാരൻ ഫോർവേഡ് ചെയ്യുന്ന, എങ്ങനെ ലെഫ്റ്റിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാർ റീട്വീറ്റ് ചെയ്യുന്ന ഫോർവേഡ് ചെയ്യുന്ന ട്രോളുകൾ ഉണ്ടാക്കണം, അത് ആത്യന്തികമായി എനിക്കെങ്ങനെ ഗുണം ചെയ്യും, അല്ലെങ്കിൽ ഹിന്ദുത്വ ഐഡിയോളജിക്ക് എങ്ങനെ ഗുണം ചെയ്യുമെന്ന് നന്നായി നല്ല രീതിയിൽ ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ടാണ് അവൻ ഈ ട്രോളുകൾ അയക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് വളരെ എന്താ പറയുക,
ഭക്തിമാർഗത്തിൽ മാത്രമുള്ള ഹിന്ദു വിശ്വാസത്തിലുള്ള ശ്രീരാമനെക്കുറിച്ച് പറയണമെന്ന് പറഞ്ഞാൽ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്ന ഇതുപോലെ ഒരു നിരുപദ്രവികളായിട്ടുള്ള കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ കൃത്യം ടൂളായി ഉപയോഗിക്കുകയും ആ ടൂളിനെ വളരെ കൃത്യമായി എങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു ഒരു ദൂരത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് കൃത്യമായി ആസൂത്രണം ചെയ്യുന്നവരാണ്. നമുക്ക് ഈ രാമക്ഷേത്ര നിർമ്മാണം 3-ാം ഘട്ടത്തിലേക്ക് പോയാൽ ഈ രാമക്ഷേത്ര നിർമ്മാണം ഈ നിലയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ BJPയും സംഘപരിവാറും ഉപയോഗിക്കുമെന്ന് അറിയാത്തവരാണോ ഈ പറയുന്ന ഫോർവേഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ റീട്വീറ്റ് ചെയ്യുന്നത്? അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇത് ഉപയോഗിക്കപ്പെടാൻ പോകുന്നത് ഇങ്ങനെ തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അമിത് മാളവിയ ഏറ്റവും ഒടുവിൽ 2020 ഡിസംബറിലാണ് അമിത് മാളവിയയുടെ ട്വീറ്റുകളെ മാനിപ്പുലേറ്റഡ് മീഡിയ എന്ന് ട്വിറ്റർ ടാഗ് ചെയ്തിട്ടുള്ളത്. എന്തിനാണെന്നറിയാമോ? ഈ കർഷക പ്രക്ഷോഭത്തിൻ്റെ ഘട്ടത്തിൽ മിസ്ഇൻഫർമേഷൻ നൽകി എന്നുള്ള ഒരൊറ്റ കാരണത്താൽ. അപ്പോൾ ആദ്യമായിട്ടാണ് അമിത് മാളവിയ എന്ന് പറയുന്ന BJPയുടെ IT സെല്ലിൻ്റെ തലവനായിട്ടുള്ള ആള് ഈ കർഷക പ്രക്ഷോഭത്തിൻ്റെ പേരിൽ നടത്തിയിട്ടുള്ള ട്വീറ്റുകൾ ഡിസിൻഫർമേഷനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ട്വിറ്റർ അദ്ദേഹത്തെ ടാഗ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 2023 ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിൽ BJP IT സെല്ല് ഇസ്ലാമോഫോബിയയും ആൻറ്റി പലസ്തീൻ ട്വീറ്റുകളും ട്രോളുകളും ഉണ്ടാക്കുന്നു എന്ന് വിലയിരുത്തിയിട്ടുള്ളത് അൽ ജസീറയാണ്. അപ്പോൾ ആ നിലയിൽ ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻ വളരെ കൃത്യമായി അറിയാവുന്ന ഒരു സംവിധാനമാണ് ഈ പറയുന്ന സംഘപരിവാറിൻ്റെ IT സെൽ എന്ന് പറയുന്നത്. 2018 നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ദിലീപ് ഹീറോ എഴുതിയിട്ടുള്ള ദ ഏജ് ഓഫ് ആസ്പിറേഷൻ. ആ പുസ്തകത്തിലാണ് ഈ രാഷ്ട്രീയ നേതാക്കൾ, രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് ഈ ഡിജിറ്റൽ ടെക്നോളജിയെ ഉപയോഗിച്ചു തുടങ്ങിയത് എന്നെ സംബന്ധിച്ചൊരു വ്യക്തമായിട്ടുള്ളൊരു രൂപം നമുക്ക് നൽകുന്നുണ്ട്. അതിനകത്താണ് ഈ ഒരു ടെക്ടോണിക്കായ ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റിനെ കുറിച്ചൊക്കെ പറയുന്നത്. ഒരു 2014 ആ നിലയിലൊരു വലതുപക്ഷ വ്യതിയാനത്തിലേക്ക് ഇന്ത്യ മാറുന്ന ഒരു സാഹചര്യം ലോകമെമ്പാടും ആ നിലയിലുള്ളൊരു വലതുപക്ഷ വ്യതിയാനം ഉണ്ടായിട്ടുണ്ട് എന്ന് ആ പുസ്തകം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ BJP ആണ് ഇതിൻ്റെ ഈ പറയുന്ന ഒരു ഡിജിറ്റൽ ടെക്നോളജിയുടെ പ്രാധാന്യം മനസ്സിലാക്കുകയും ആ നിലയിൽ നീങ്ങുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് IT വിങ് ഉണ്ടാക്കുകയും ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച 155 അർബൻ സീറ്റുകളെ ഡിജിറ്റൽ സീറ്റുകളായി കണ്ടെത്തുകയും അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോർപ്പറേറ്റ് ഹൗസുകളെയും NRIയെയും ഒക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന വിധത്തിൽ ഈ നിലയിൽ വലിയ ഒരു സ്വാധീനം എല്ലാ തലങ്ങളിലും ഉണ്ടാക്കാൻ BJPക്ക് സാധിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്ന്, ഭക്തിയുള്ള ആളുകളെ എങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ ഹിന്ദുത്വയിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ആ നിലയിൽ എത്തിക്കാൻ വേണ്ടി IT സെല്ലിനെ എങ്ങനെയാണ് BJPയും സംഘപരിവാറും IT സെല്ലിലൂടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇത് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ഗൂഢാലോചനയിലേക്ക് പോകാൻ പോവുകയാണ്. അതിൻ്റെ ഒരു ഇര മാത്രമാണ് യഥാർത്ഥത്തിൽ ചിത്ര. അതുകൊണ്ട് തന്നെ ചിത്രയെ സംബന്ധിച്ചിടത്തോളം ചിത്രക്ക് ശ്രുതി തെറ്റിയതല്ല, BJPയുടെ ഒരു IT സെല്ലുമായി അല്ലെങ്കിൽ BJP ആസൂത്രണം ചെയ്യുന്ന വിശാലമായ ഒരു ഡിജിറ്റൽ ഗൂഢാലോചനയുടെ ഇര മാത്രമാണ് ചിത്ര. നേരത്തെ സ്മൃതിയും ഉണ്ണിയും ചൂണ്ടിക്കാണിച്ചത് 100% ശരിയാണ്. ചിത്ര എന്ന് പറയുന്ന ആൾ ഒരു ഘട്ടത്തിലും നമ്മളെ ഏതെങ്കിലും തരത്തിലൊരു രീതിയിൽ ബുദ്ധിമുട്ടിക്കാത്ത ഒരാളാണ്, അല്ലേ? നമ്മുടെ സമൂഹത്തിന് ഏതെങ്കിലും തരത്തിൽ ദോഷം ചെയ്യാത്ത ഒരാളാണ്. പൂർണ്ണമായും ഒരു മനുഷ്യത്വവാദിയാണ് ചിത്ര എന്ന് പറയുന്നത്. പൂർണ്ണമായും സമൂഹത്തിനൊപ്പം നിൽക്കുന്ന ഒരാളാണ് ചിത്ര എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ചിത്രയ്ക്കൊന്നും ഒരു പൊളിറ്റിക്കൽ ഹിന്ദു ആകാൻ കഴിയില്ല. ഈ പറയുന്ന നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിച്ച പോലെ ഒരു പള്ളി വീണെടുത്ത് ഒരു രാമക്ഷേത്രം നിർമ്മിക്കുക. പള്ളി വീണെടുത്ത് മാത്രമല്ലല്ലോ, 10,000-കണക്കിന് ആളുകളുടെ ചോര വീണ ഇടത്താണ് ഒരു രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അത്തരമൊരു രാമക്ഷേത്രത്തിന് വേണ്ടിയല്ല പറഞ്ഞത്. ഒരു രാമഭക്ത എന്നുള്ള നിലയിൽ കൊടുത്ത ടെക്സ്റ്റ് അവർ വെച്ച മൊബൈലിൽ ചിത്ര വായിച്ചു, അത്രയേ ഉള്ളൂ. Meet the editors.